ഹായ് എവ്രി വൺ. സോ ഹാപ്പി വിഷു എല്ലാവർക്കും. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു ഞാൻ. ഇനി നിങ്ങൾക്ക് ഒരു ഗൈഡൻസസും കൂടെ തരാം. യൂണിവേഴ്സിന്റെ ടാരോ ആൻഡ് പ്ലസ് ഏഞ്ചൽ കാർഡ്സ് കൂടെ എടുക്കാം. സോ ഇന്നത്തെ ഗൈഡൻസസ് ആണ് കേട്ടോ. ചെറിയ കോൺഫ്ലിക്ട്സുകൾ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തടങ്കിലാക്കി വെക്കുന്ന ആളുകളെ മനസ്സിലാക്കുന്നതും ആ മനസ്സിലാക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കടക്കാൻ വേണ്ടി നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. കാരണം 8 ഓഫ് സോഡ്സ് റിവേഴ്സ് ആയിട്ടുണ്ട്, 2 ഓഫ് വാൻസ് ആൻഡ് 5 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. ഫൈറ്റ് കോൺഫ്ലിക്ട്സ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യത്തിലേക്ക് നിങ്ങൾ വരുന്നു. വളരെയധികം നല്ലതാണ്. ഫൈറ്റ് ഫോർ യു. കാരണം ഇത്രയും സോഡുകൾ ഉണ്ട്. ഒരു സോഡ് എടുത്ത് നിങ്ങൾക്ക് ഈ കണ്ണും ശരീരവും കയറുകൾ മുറിക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. കാരണം അത്രയും ലൂസ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് സോഡുകളുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നത് വളരെ മണ്ടത്തരാണ്. സോ ആ ഒരു കൺട്രോളിങ് മാനിപ്പുലേഷനിൽ നിങ്ങൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേ ഇൻ യുവർ കംഫോർട്ട് സോൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഈ ചാനൽ കാണുന്നവർ പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്, പല വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ കേസായിരിക്കും, കരിയറിന്റെ കേസായിരിക്കും, മണി ആയിരിക്കും, നഷ്ടങ്ങളുടെ ആയിരിക്കും, എല്ലാം നിങ്ങൾക്ക് എന്താണോ പെയിൻ തന്നിട്ടുള്ളത്, വിത്ത് നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. ഒരു പെയിൻ തരുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനും ആ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് കടക്കാനും കൂടെയാണ്. പെയിൻ ഇല്ലാതെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു പെയിൻ ഇല്ലാതെ അവർ അതിലേക്ക് വരില്ല. സോ ആ ഒരു പെയിൻ കൊടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടത് ബിൽഡ് ചെയ്യാനും കൂടെയാണ് പറയുന്നത്. സോ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, ക്ലാരിറ്റി. യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ക്ലാരിറ്റി, ഹോപ്പ്, പ്രതീക്ഷ, എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കാംനെസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും കലങ്ങി തെളിയുന്ന വെള്ളത്തിൽ നിന്ന് വളരെ ശാന്തമായിട്ടുള്ള ഒരു കടലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് കാണിക്കുന്നത്. ഇത്ര നാൾ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ക്ലാരിറ്റി കിട്ടി, എന്തിനു ഞാൻ വേദനിക്കുന്നു, എന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോ കാര്യം റീസൺസ് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങുന്നു. അപ്പൊ തന്നെ ക്ലാരിറ്റി കിട്ടി. നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് സേ ഗ്രാറ്റിറ്റ്യൂഡ് എവറി ടൈം. എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. യെസ്, പാസ്റ്റിലേക്ക് അധികം നോക്കാതിരിക്കുക. സോ പേജ് ഓഫ് സോൾസ് എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പാസ്റ്റ് കണ്ടോ, പാസ്റ്റിലേക്കാണ് ഈ പേഴ്സൺ നോക്കി നിൽക്കുന്നത്. നഷ്ടപ്പെട്ട പ്രണയമായിരിക്കും, നഷ്ടപ്പെട്ട വ്യക്തികളെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒന്നും നഷ്ടമാവുന്നില്ല കേട്ടോ, ഒന്നും നേടുന്നുമില്ല, നഷ്ടപ്പെടുന്നുമില്ല. ഇതൊക്കെ നമ്മളുടെ ആ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ പോകേണ്ട കാര്യങ്ങളാണ്. ഓരോരുത്തർ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുന്നത് അവർ എവിടെയും പോകുന്നില്ല, എനർജറ്റിക്കലി അവർ വേറെ ഡയമെൻഷനിലേക്ക് മാറിപ്പോകുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതിന്റെ ഒരു പെയിനാണ് അല്ലെ. പക്ഷെ ടെലിപ്പതിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അവരുമായിട്ട്. ആകാശിക്കും വഴിയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ എനർജി കാണിക്കുന്നത്.